നമസ്കാരം. നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചോദിക്കുന്നൊരു ചോദ്യമുണ്ടല്ലേ, എങ്ങനെയാണ് ശരിക്കും സന്തോഷത്തോടെ ഒരു അർത്ഥത്തോടെ ജീവിക്കാൻ കഴിയുന്നത്? ഇതിന്റെ ഉത്തരം ഒരു കല പഠിച്ചെടുക്കുന്നത് പോലെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു കലയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ ഉത്കൃഷ്ട ജീവൻ കി കലാകാരിത എന്ന പ്രശസ്തമായ ഹിന്ദി പുസ്തകത്തിലെ ആശയങ്ങളെ അടിസ്ഥാനമാക്കി ഒരു ഉത്തമ ജീവിതം എങ്ങനെ രൂപപ്പെടുത്താം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ പുസ്തകത്തിലെ ആഴത്തിലുള്ള അറിവുകളെ വളരെ ലളിതമായി മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ്. കാലങ്ങൾക്ക് മുമ്പ് എഴുതിയതാണെങ്കിലും ഇതിലെ ഓരോ കാര്യങ്ങളും ഇന്നും നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രസക്തമാണെന്ന് കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഈ വലിയ ആശയം മനസ്സിലാക്കാൻ നമുക്കിതൊരു 6 ഭാഗങ്ങളായി തിരിച്ച് നോക്കാം. ആദ്യം നമ്മുടെ ജീവിതത്തിലെ ഒരു അടിസ്ഥാനപരമായ വിരോധാഭാസത്തിൽ നിന്ന് തുടങ്ങും. പിന്നെ പതുക്കെ പതുക്കെ നമ്മുടെ ഉള്ളിലെ ലോകത്തെ എങ്ങനെ നിയന്ത്രിക്കാമെന്നും അവസാനം നമ്മുടെ ജീവിതത്തെ തന്നെ ഒരു മഹത്തായ കലാസൃഷ്ടിയാക്കി എങ്ങനെ മാറ്റാമെന്നും നമുക്ക് കണ്ടെത്താം. ശരി, അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോയിന്റിലേക്ക് വരാം. എന്താണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസം? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളിലും വെച്ച് ഏറ്റവും കഴിവുള്ളവനായാണ് മനുഷ്യനെ കണക്കാക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ പറ്റും, പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, വലിയ സ്വപ്നങ്ങൾ കാണാൻ പറ്റും. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും എപ്പോഴും ദുഃഖത്തിലും സ്ട്രെസ്സിലുമൊക്കെ ജീവിക്കുന്നത്? ഈ ഒരു വൈരുദ്ധ്യം വളരെ വലുതാണ്, അല്ലേ? ഒരു വശത്ത് നോക്കിയാൽ മനുഷ്യന് ഈ പ്രകൃതിയെപ്പോലും മാറ്റിമറിക്കാൻ കഴിയുന്നത്രയും കഴിവുകളുണ്ട്. പക്ഷെ മറുവശത്ത് നോക്കിയാലോ, സ്വന്തം സഹജവാസന വെച്ച് ജീവിക്കുന്ന മറ്റ് ജീവികളെക്കാളൊക്കെ കൂടുതൽ ഉത്കണ്ഠയും ദുഃഖവും അനുഭവിക്കുന്നത് നമ്മൾ മനുഷ്യരാണ്. എന്തായിരിക്കും ഇതിനൊരു കാരണം? സാധാരണയായി ഇതിന്റെ കാരണം ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് പുറത്തേക്കാണ് വിരൽ ചൂണ്ടുക. ഒന്നുകിൽ നമ്മുടെ സാഹചര്യങ്ങളെ കുറ്റം പറയും, അല്ലെങ്കിൽ നമ്മുടെ വിധിയെ പഴിക്കും. പക്ഷേ ഈ പുസ്തകം നമ്മളോട് ഒരു നിമിഷം നിർത്തി ചിന്തിക്കാൻ പറയുന്നു. യഥാർത്ഥ പ്രശ്നം പുറത്തല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണെങ്കിലോ? അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ പുസ്തകം വളരെ ലളിതവും എന്നാൽ വളരെ ശക്തവുമായ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു ഡ്രൈവറുടെ ഉപമ. നമുക്ക് നോക്കാം അതെന്താണെന്ന്. നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നമ്മുടെയൊക്കെ ജീവിതം വളരെ വിലയേറിയ, നല്ല പവർഫുള്ളായ ഒരു വാഹനമാണ്. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, കഴിവുകൾ, സമയം ഇതെല്ലാം ഈ വാഹനത്തിന്റെ ഭാഗമാണ്. നമ്മൾ എവിടെ വേണമെങ്കിലും എത്തിക്കാൻ കഴിവുള്ള ഒരു സൂപ്പർ വെഹിക്കിൾ. പക്ഷേ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. നല്ലൊരു വാഹനം കയ്യിൽ കിട്ടിയിട്ട് കാര്യമില്ല, അത് ഓടിക്കാൻ അറിയണം, അല്ലേ? ഓടിക്കാൻ അറിയാത്തൊരു ഡ്രൈവർ എന്തു ചെയ്യും? അപകടങ്ങളുണ്ടാക്കും. എന്നിട്ട് റോഡിനെ കുറ്റപ്പെടുത്തും, വണ്ടിയെ കുറ്റപ്പെടുത്തും. അതുപോലെയാണ് നമ്മളും. ജീവിതം എന്ന ഈ അത്ഭുതകരമായ വാഹനം കയ്യിൽ കിട്ടിയിട്ടും അതെങ്ങനെ ശരിയായി ഓടിക്കണമെന്നറിയാത്തതുകൊണ്ടാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. അപ്പോൾ പ്രശ്നം സാഹചര്യങ്ങൾക്കല്ല, നമുക്ക് തന്നെയാണ്. ഈ ഒരാശയം വളരെ മനോഹരമായി ഈ വരികളിൽ പറയുന്നുണ്ട്. നാം നമ്മുടെ സ്വന്തം പ്രവൃത്തികൾ കാരണം കഷ്ടപ്പെടുന്നു, എന്നിട്ട് നമ്മുടെ വിധിയെ ഓർത്ത് കരയുന്നു. നമ്മൾ തന്നെ വരുത്തുവെച്ച പ്രശ്നങ്ങൾക്ക് മറ്റുള്ളവരെയോ സാഹചര്യങ്ങളെയോ പഴിച്ചാരുന്ന നമ്മുടെ ആ ഒരു ശീലത്തെയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ പ്രശ്നക്കാരനായ ഡ്രൈവർ നമ്മളാണെങ്കിൽ അതിനർത്ഥം എന്താ? പരിഹാരവും നമ്മുടെ കയ്യിൽ തന്നെയാണെന്നാണ്, അല്ലേ? ഡ്രൈവർ നമ്മളാണെങ്കിൽ വണ്ടി നേരെ ഓടിക്കാനും നമുക്ക് തന്നെയല്ലേ പറ്റൂ? അതെ. ഇനി നമുക്ക് നമ്മുടെ ഉള്ളിലെ ആ ലോകത്തെ, ആ ഡ്രൈവിംഗ് സീറ്റിനെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നോക്കാം. നമ്മുടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മുടെ അനുഭവങ്ങളെ തീരുമാനിക്കുന്നത് പുറത്തു നടക്കുന്ന സംഭവങ്ങളല്ല, മറിച്ച് ആ സംഭവങ്ങളെ നമ്മുടെ മനസ്സ് എങ്ങനെയാണ് കാണുന്നത്, എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് എന്നതാണ്. അതുകൊണ്ടാണ് ഒരേ സാഹചര്യം രണ്ടുപേർക്ക് 2 തരത്തിലുള്ള അനുഭവമായി മാറുന്നത്. നമ്മുടെ മനസ്സ് ഒരു കണ്ണട പോലെയാണ്. ഏത് നിറത്തിലുള്ള കണ്ണടയാണ് നമ്മൾ വെക്കുന്നത്, ആ നിറത്തിലായിരിക്കും നമ്മൾ ലോകം കാണുന്നത്. ഇതിനൊരു മികച്ച ഉദാഹരണം നോക്കാം. 2 കുട്ടികൾ ഒരേ പരീക്ഷയിൽ തോൽക്കുന്നു. സാഹചര്യം ഒന്നു തന്നെ, പക്ഷെ അതിലൊരാൾ ഇതിനെ കൂടുതൽ നന്നായി പഠിക്കാനുള്ളൊരു അവസരമായി കാണുന്നു. മറ്റൊരാളോ നിരാശനായി എല്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. കണ്ടില്ലേ? സാഹചര്യം ഒന്നായിരുന്നിട്ടും അവരുടെ മാനസികമായ പ്രതികരണമാണ് അവരുടെ ഭാവിയെ തന്നെ മാറ്റിമറിച്ചത്. ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന ഒരുപക്ഷെ ഏറ്റവും ശക്തമായ ആശയം ഇതാണ്. ചിന്തയുടെ ശ്രേഷ്ഠതയെ സ്വർഗമെന്ന് വിളിക്കുന്നു. വികലമായ മാനസികാവസ്ഥ നരകത്തിന്റെ മറ്റൊരു പേരാണ്. അതായത് നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ എന്തുതന്നെ ആയാലും സ്വർഗവും നരകവും നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ശരി, ഈ തത്വങ്ങളൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മുടെ ആരോഗ്യം, പണം പോലുള്ള ദൈനംദിന കാര്യങ്ങളിൽ എങ്ങനെ പ്രാവർത്തികമാക്കും, അല്ലേ? നമുക്ക് നോക്കാം. ആദ്യം പണത്തിന്റെ കാര്യമെടുക്കാം. യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് ഒരുപാട് പണമുണ്ടാക്കുന്നതല്ല, മറിച്ച് നമ്മുടെ വരുമാനത്തേക്കാൾ ചെലവ് കുറച്ചു നിർത്താനുള്ളൊരു കലയാണ്. ഇത് ഭാഗ്യം കൊണ്ടോ ലോട്ടറി അടിച്ചിട്ടോ കിട്ടുന്ന ഒന്നല്ല, മറിച്ച് അച്ചടക്കത്തിലൂടെയും ചിട്ടയായ ജീവിതത്തിലൂടെയും നേടിയെടുക്കുന്ന ഒരു കഴിവാണ്. ഇനി
ആരോഗ്യത്തിന്റെ കാര്യത്തിലും ഈ കല ഒരുപോലെയാണ്. നമ്മൾ അനുഭവിക്കുന്ന മിക്ക രോഗങ്ങളും പ്രകൃതിയുടെ നിയമങ്ങൾ നമ്മൾ തന്നെ ലംഘിക്കുന്നതിന്റെ ഫലമാണ്. ശരീരത്തിന് വേണ്ടതെന്താണെന്ന് മനസ്സിലാക്കി ഭക്ഷണത്തിലും ജീവിതരീതിയിലും ഒരു മിതത്വം പാലിച്ച് ജീവിക്കുന്നത് ഒരു കലയാണ്. ആരോഗ്യം വരുന്നത് അച്ചടക്കത്തിൽ നിന്നാണ്, അല്ലാതെ മരുന്നുകളിൽ നിന്നല്ല. നമ്മുടെ സന്തോഷത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നൊരു ഘടകമാണ് നമ്മുടെ ബന്ധങ്ങൾ, അല്ലേ? അപ്പോൾ ഈ ജീവിതകല ഉപയോഗിച്ച് നമ്മുടെ കുടുംബത്തിലും ദാമ്പത്യത്തിലും എങ്ങനൊരു സ്വർഗമുണ്ടാക്കാമെന്ന് നോക്കാം. ഒരു വീടിനെ സ്വർഗമാക്കി മാറ്റുന്നത് അവിടുത്തെ വലിയ സൗകര്യങ്ങളോ സമ്പത്തോ ഒന്നുമല്ല, മറിച്ച് അവിടെയുള്ള ആളുകൾ തമ്മിലുള്ള സ്നേഹവും ഐക്യവുമാണ്. ദാമ്പത്യത്തിലെ പരസ്പര ബഹുമാനവും പിന്തുണയും ഒരു കലയാണ്. ആ കല നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ അത് ആ കുടുംബത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ വരെ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. ഇനി കുട്ടികളെ വളർത്തുന്നതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതൊരു കലയായി കണ്ടാണോ നമ്മൾ ചെയ്യുന്നത്, അതോ യാദൃച്ഛികമായി സംഭവിക്കുന്ന ഒന്നാണോ? ഈ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കുട്ടികളെ അറിവോടെയും ബോധപൂർവവും വളർത്തുന്നത് ഒരു വലിയ ഉത്തരവാദിത്വമാണെന്നാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ അവരിലൂടെ തീർക്കാനുള്ള ഒരു വഴിയല്ലാതെ. ശരി, ഇതുവരെ നമ്മൾ സംസാരിച്ച എല്ലാ ആശയങ്ങളെയും ഒരുമിപ്പിക്കുന്ന ഏറ്റവും ശക്തമായൊരു തിരിച്ചറിവിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ജീവിതം തന്നെ ഒരു മഹത്തായ കലാസൃഷ്ടിയാണെന്ന തിരിച്ചറിവിലേക്ക്. ഈയൊരാശയം നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒന്നാണ്. ഓർക്കുക, നമ്മുടെ ജീവിതം ആരും മുൻകൂട്ടി എഴുതിവെച്ച ഒരു തിരക്കഥയല്ല. അത് ഒഴിഞ്ഞുകിടക്കുന്ന മനോഹരമായൊരു ക്യാൻവാസാണ്. ആ ക്യാൻവാസിൽ ചിത്രം വരയ്ക്കേണ്ടത് ആരാണ്? നമ്മൾ ഓരോരുത്തരുമാണ്. അതിന് നമുക്ക് വേണ്ട ബ്രഷാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ഈ ജീവിതകല. നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണം, അതിലെന്ത് നിറങ്ങൾ വേണമെന്നൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളാണ്. മഹർഷി വ്യാസൻ പറഞ്ഞൊരു കാര്യമുണ്ട്: ഈ ലോകത്തിൽ മനുഷ്യനേക്കാൾ ഉദാത്തമായി മറ്റൊന്നുമില്ല. ഇത് നമ്മൾ എപ്പോഴും ഓർക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ അപാരമായ സാധ്യതകളെയാണ് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ എന്താണിതിൻ്റെയെല്ലാം സാരം? ജീവിതത്തിൽ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഏറ്റവും വലിയ മാസ്റ്റർപീസ് എന്താണെന്നറിയാമോ? അത് പണമോ പ്രശസ്തിയോ വലിയ വീടോ ഒന്നുമല്ല, മറിച്ച് ജ്ഞാനത്തോടെ, സമാധാനത്തോടെ, സ്നേഹത്തോടെ നിങ്ങൾ ജീവിച്ചു തീർക്കുന്ന നിങ്ങളുടെ സ്വന്തം ജീവിതം തന്നെയാണ്. ആ മഹത്തായ കലാസൃഷ്ടിയുടെ ശില്പി നിങ്ങൾ മാത്രമാണ്. ഈ ചിന്തയോടെ ഇന്നത്തെ ഈ വിശകലനം ഇവിടെ നിർത്തുന്നു. നന്ദി.